ഇന്നൊരു 10 മണിക്ക് ഇരിക്കണം എന്ന് വിചാരിച്ചതാണ്, കറക്റ്റ് 10 മണിക്ക്. പക്ഷേ ഒരു 7-8 മിനിറ്റ് ലേറ്റായിപ്പോയി. എന്നാലും സാരമില്ല, ഏകദേശം ആ ടൈമിൽ തന്നെ പഠിക്കാനിരിക്കാൻ പറ്റി. ഞാനപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ കറണ്ട് അഫെയേഴ്സ് ഒരു 25 എഴുതിയെടുത്തു. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒന്ന് റിവൈസ് ചെയ്തു, അതിന് ശേഷമാണ് എഴുതിയെടുത്തത്. PYQൻ്റെ റാങ്ക് ഫയൽ എടുത്തിട്ട് PYQൻ്റെ ഒരു 30 പേജ് ഞാൻ ഡെയിലി കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് രാവിലെ ഇരുന്ന് ഒരു പകുതിയോളം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ രാത്രിയാണ് ഞാൻ ചെയ്യുക, കാരണം കണ്ടിന്യൂസ് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പ് തോന്നും. പിന്നെ അത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെയിം ടോപ്പിക് തന്നെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ബോറടിക്കുക. PYQ ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഓരോ ക്വസ്റ്റ്യനനുസരിച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണല്ലോ വരാ. അത് കഴിഞ്ഞിട്ട് 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, ഒരു 10 മലയാളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ റിവൈസ് ചെയ്തു. മാത്സ് നൈറ്റാണ് പഠിച്ചത്, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. ഡെയിലി ഇപ്പോൾ ഇതുപോലെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. കറണ്ട് അഫെയേഴ്സ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നൈറ്റാണ് ഇരിക്കുക. ഇത് തന്നെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് ഡേ ടൈം കിട്ടും കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസം. നൈറ്റ് ഇവർ ഉറങ്ങിയതിന് ശേഷമൊക്കെ പറ്റുള്ളൂ, ഒരു 11 മണിയോടെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം ലേറ്റായിട്ട് ഇരിക്കാനും പറ്റില്ല. ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഡേ ടൈമിൽ നമുക്ക് അത്ര പ്രൊഡക്റ്റീവായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പറ്റുന്ന സമയം നമ്മൾ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നതാണല്ലോ പൗലോ കൊയ്ലോ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു തരത്തിൽ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിതീവ്രമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീരീസ് കണ്ടു. അതൊന്ന് മൈൻഡൊന്ന് റിഫ്രഷ് ആവാനാണ്. നമ്മൾ അത്രയും സമയം ഇങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടും പഠിക്കാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് മൈൻഡ് റിഫ്രഷ് ആവാനായിട്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം. അങ്ങനെ ഒരു 4:30 വരെ ഇന്ന് പഠിച്ചു. പിന്നെ പിള്ളേർ വന്നു, ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ 11 മണിയായപ്പോഴാണ് പഠിക്കാനിരുന്നത്. നൈറ്റ് പിന്നെ മാത്സ് 20 ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ ഫാൽക്കൺ BScൻ്റെ ഒരു PYQ ക്ലാസ്സും കിട്ടും. അത്രയാണ് ഇന്നത്തെ എൻ്റെ പഠനം.